എന്താണ് ശരിക്കും ശബരിമല പ്രതിസന്ധി? എന്താണ് ശരിക്കും ശബരിമലയിലൂടെ പ്രതിപക്ഷവും ബി.ജെ.പിയും ഒക്കെ ലക്ഷ്യമാക്കുന്നത്? ആരോപണങ്ങൾ കുന്നോളം എന്നല്ല കൊടുമുടിയോളം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ശബരിമല സ്വർണ്ണ പാളി കൊള്ള കേസിൽ പ്രതിപക്ഷവും അതുപോലെ തന്നെ ബി.ജെ.പിയും ഒക്കെ. സർക്കാരിന്റെ ഇഷ്ടാനുസരണമാണ് ഉദ്യോഗസ്ഥരെ നിയമിച്ചതെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്നാൽ അങ്ങനെ അല്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ സർവ്വ മനുഷ്യർക്കും അറിയുകയും ചെയ്യും. അന്വേഷണം തുടങ്ങി അതിന്റെ ഓരോ ഘട്ടം പിന്നിട്ട് വരുമ്പോൾ ആ അന്വേഷണ മുന ചെന്ന് നിൽക്കുന്നത് UDFിലെ ചില വമ്പന്മാരിലേക്കാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖരായ അടൂർ പ്രകാശ് അതുപോലെ തന്നെ ആന്റോ ആന്റണി MP മാരിലേക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിന്റെ മുന അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നത്. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ശബരിമലയിലൂടെ ഈ പ്രതിപക്ഷം ആരോപണത്തിന്റെ എവറസ്റ്റ് തന്നെ കെട്ടി പൊക്കി. CPMന്റെ 2 ആളുകൾ അകത്തായി, പത്മകുമാറും അതുപോലെ തന്നെ N വാസുവും ഒക്കെ അകത്തായി. CPM ആണ് ഈ കൊള്ള നടത്തിയത്. മുൻ ദേവസ്വം പ്രസിഡന്റുമാരൊക്കെ ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തു എന്നൊക്കെയാണല്ലോ ആരോപണം. ഈ ആരോപണങ്ങളൊക്കെ തന്നെ വെറും വോട്ടിനു വേണ്ടി, വെറുമല്ല അധികാര കസേര ഉറപ്പിക്കാനുള്ള വോട്ടിനു വേണ്ടിയുള്ള തന്ത്രമായിരുന്നുവെന്ന് തെളിയുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. സോണിയാഗാന്ധി എന്തിനാകും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ ഗോവർദ്ധനെയും ഒക്കെ കണ്ടത്? സോണിയാഗാന്ധിക്ക് കേരളത്തിലുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപക്ഷെ അറിവുണ്ടായിരിക്കണം. ക്ഷേത്രത്തിലെ പൂജാരിമാരുമായി അടുത്ത ബന്ധമോ സൗഹൃദമോ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കേരളത്തിലെ ഇടനിലക്കാരായ നേതാക്കൾ സോണിയാഗാന്ധിക്ക് ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. അത് SIT അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് തോന്നി. അവര് അടൂർ പ്രകാശിനെയും അതുപോലെ തന്നെ ആന്റോ ആന്റണിയും ഒക്കെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പെടുത്തു. ഇക്കാര്യം ഇടത് കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും പുറത്ത് വിട്ടപ്പോഴാണ് VD സതീശാദികൾക്ക് ഒട്ടും ഇരിക്കപ്പൊറുതി ഇല്ലാതായത്. അവർ ശബരിമല എന്ന അവരുടെ ഏറ്റവും വലിയ ആയുധം എടുത്ത് വോട്ടിനു വേണ്ടി, ശബരിമല അയ്യപ്പനെ വോട്ടിനു വേണ്ടി തെരുവിലിറക്കുക അല്ലെങ്കിൽ ലഘുലേഖകളാക്കി വീടുകളിൽ എത്തിക്കുക, ഇതിലൂടെ ഭൂരിപക്ഷ വോട്ടുകൾ അവരുടെ ബാലറ്റിൽ നിറയുക, അവർക്ക് അധികാരം കിട്ടുക, അതായിരുന്നു പ്രധാന തന്ത്രം. ആ തന്ത്രമാണ് ഇപ്പോൾ പൊളിയുന്നത്. ഇവർ പറയും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശബരിമല തുണച്ചു എന്ന്. അയ്യപ്പന്റെ നാമത്തിലും പല ആളുകളും സത്യപ്രതിജ്ഞ ചെയ്തു, കാരണം അയ്യപ്പനാണ് തുണച്ചത് എന്ന് വെച്ചിട്ട്. അങ്ങനെ അല്ല എന്ന് തെളിയിക്കുന്ന വസ്തുതയാണ് പന്തളത്ത്. അയ്യപ്പന്റെ വാസസ്ഥലം അല്ലെങ്കിൽ അയ്യപ്പ ഭഗവാൻ ഇരിക്കുന്നത് ശബരിമലയിലാണല്ലോ. അവിടെ ആ പ്രദേശം വരുന്ന സ്ഥലത്ത് ഈ ഒരു വേരോട്ടവും ഉണ്ടായിട്ടില്ല ഈ ആരോപണങ്ങൾക്ക്, ദുരാരോപണങ്ങൾക്ക്. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ ഇത് എന്ന് ഇവർക്ക് കണക്കാക്കാൻ പറ്റും? 1-2% വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ വെന്നിക്കൊടി പാറിച്ച UDF കരുതുന്നത് അവരിപ്പോൾ വിജയിച്ചു കഴിഞ്ഞു എന്നാണ്. അതിന്റെ വാർത്തകളിലേക്ക് ഞാൻ പിന്നീട് വരാം. ഏതായാലും ശബരിമലയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം കൃത്യമായ ദിശയിലേക്കാണ് പോകുന്നത്. അത് UDF പ്രവർത്തകരുടെ അല്ലെങ്കിൽ UDF നേതാക്കളുടെ മുന്നിലേക്കാണ്, അവരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ അന്വേഷണം കൃത്യമായി നടക്കുന്നുവെന്ന് ഹൈക്കോടതി വിലയിരുത്തി അന്വേഷണ സംഘത്തിന് കുറച്ചുകൂടി വ്യാപ്തി വേണം, കുറച്ചുകൂടി ആളുകൾ വേണം എന്ന് കണ്ട് ഹൈക്കോടതിയാണ് ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ നിർദ്ദേശം കൊടുത്തത്. അങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയനോ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനോ ഒന്നും ഈ അന്വേഷണവുമായി യാതൊരു ബന്ധവുമില്ല. അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കുന്നു. എന്നാൽ പിന്നെ ഇവര് ഇടപെട്ടിരുന്നുവെങ്കിൽ CPM നേതാക്കളാരും ഇതിനകത്ത് പെടില്ലായിരുന്നുവല്ലോ. CPM ഈ അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുമ്പോൾ CPMന്റെ നേതാക്കൾ തന്നെ റിമാൻഡ് പ്രതികളായി അകത്ത് കിടപ്പുണ്ടല്ലോ. ഇപ്പോൾ എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നാൾക്കുനാൾ ഈ കൊള്ളയുടെ വ്യാപ്തി പുറത്തു വരുന്നുണ്ട്. കൊള്ളയുടെ വ്യാപ്തി പുറത്തു വരുന്നതിനൊപ്പം അന്വേഷണ സംഘം UDF നേതാക്കളെ ടാർഗറ്റ് ചെയ്യുന്നുവെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഈ വാർത്തകളിൽ നിന്ന് ഇരിക്കപ്രതിമുട്ടി കോൺഗ്രസ്സുകാർ നേരെ CPMന്റെ പള്ളക്ക് കയറുകയാണ്. അയ്യപ്പനെയും അയ്യപ്പന്റെ വിഗ്രഹങ്ങളെയും അല്ലെങ്കിൽ അയ്യപ്പന്റെ ആ പൂങ്കാവനത്തിലെ സർവ്വ സാമാനങ്ങളും, അതായത് സർവ്വ വിലപിടിപ്പുള്ള സാധനങ്ങളും കൊള്ളയടിച്ചത് CPM ആണെന്നുള്ള ആരോപണം ഉന്നയിച്ച് ഇവരിങ്ങനെ നാടായി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ അതിലൊന്നും കഴമ്പില്ല എന്ന് കേരളത്തിന്റെ ജനം തിരിച്ചറിയുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഉന്നത നേതാക്കൾക്ക്, വമ്പന്മാർക്ക് ഈ കൊള്ളയിൽ പങ്കുണ്ട്. അതെല്ലാം ആ വമ്പന്മാരൊക്കെ തന്നെ UDF കേന്ദ്രങ്ങളിലാണ് ഉള്ളത് എന്ന പരമാർത്ഥം നാളുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ പുറത്തു വരും. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.